ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ 10. അന്യോന്യം കരുതുക. ഓരോരുത്തൻ തൻ്റെ സഹോദരനോട് ദയയും കരുണയും കാണിക്കുകയും ചെയ്യുവേൻ. സക്കരിയ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യം. ജാനകി കോയമ്പത്തൂരിലെ ഒരു വില്ലേജിൽ ഡോക്ടറായി സേവനം ചെയ്തിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കേവലം 14 വയസ്സിൽ വിവാഹിതയായി ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ അവൾ ചികിത്സിച്ചു. അവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. പെൺകുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള അന്ധവിശ്വാസം മൂലം അവർ ആ ശിശുവിനെ അടുത്തുള്ള നദിയിൽ കളയാനൊരുങ്ങി. ഈ ക്രൂരമായ പദ്ധതി മനസ്സിലാക്കിയ ജാനകി രഹസ്യമായി അമ്മയെയും കുഞ്ഞിനെയും ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. അവർക്ക് അഭയവും സുരക്ഷിതത്വവും അമ്മയ്ക്ക് തൻ്റെ വീട്ടിൽ ജോലിയും നൽകി. അവരെ സ്വന്തം കുടുംബത്തിൻ്റെ ഭാഗമായി കരുതി ജാനകി ആ ശിശുവിനെ രക്ഷിക്കുക മാത്രമല്ല, ഒരു ഡോക്ടറായി തീരും വിധം അവളെ വളർത്തുകയും ചെയ്തു. മറ്റുള്ളവർക്ക് വേണ്ടി കരുതണം എന്നത് തിരുവചനം ആവർത്തിച്ച് നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ചെയ്തികൾ പലപ്പോഴും അതിനെതിരാണ്. ദൈവത്തെ ആരാധിക്കുകയോ മറ്റുള്ളവരെ സേവിക്കുകയോ ചെയ്യാതെ സ്വയം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ഇസ്രായേലിനെ സക്കരിയ പ്രവാചകൻ ശാസിക്കുന്നുണ്ട്. ഒരുമിച്ചുള്ള സാമൂഹ്യ ജീവിതക്രമത്തെ അവഗണിച്ച് അവർ അയൽക്കാരൻ്റെയും ആവശ്യം കണ്ടില്ലെന്ന് നയിച്ചു. സക്കരിയാവ് ദൈവത്തിൻ്റെ കൽപ്പന വ്യക്തമാക്കി നേരോടെ ന്യായം പാലിക്കുകയും ഓരോരുത്തൻ തൻ്റെ സഹോദരനോട് ദയയും കരുണയും കാണിക്കുകയും ചെയ്യുവേൻ. വിധവയെയും അനാഥനെയും പരദേശിയെയും ദരിദ്രനെയും പീഡിപ്പിക്കരുത്. നമുക്കെല്ലാം സ്വന്തം കാര്യങ്ങളിൽ മുഴുകാനാണ് താല്പര്യമെങ്കിലും മറ്റുള്ളവരുടെ ആവശ്യങ്ങളും കൂടെ പരിഗണിക്കണമെന്ന് വിശ്വസ്തത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവിക സാമ്പത്തിക ക്രമത്തിൽ എല്ലാവർക്കും സമൃദ്ധിക്കുള്ള വകയുണ്ട്. ദൈവം തൻ്റെ കരുണയിൽ നമുക്കുള്ളത് കൂടി ഉൾപ്പെടുത്തിയാണ് തൻ്റെ സമൃദ്ധിയെ പങ്കുവെക്കുവാൻ ഹിതമാകുന്നത്. ചിന്തിക്കുക, നിങ്ങൾക്ക് പരിഗണിക്കുവാൻ ഉത്തരവാദിത്തമുള്ളവർ ആരൊക്കെയാണ്? ഏതു മേഖലയിലാണ് നിങ്ങൾ സ്വന്തം കാര്യങ്ങളിൽ മാത്രം മുഴുകിയിരിക്കുന്നത്? ദൈവത്തിന് മഹത്വം.